കഴിഞ്ഞ 8 ദിവസമായി ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് സത്യത്തിൽ ഒരു അശ്ലീല രാഷ്ട്രീയ മാമാങ്കം തന്നെയാണ്. അതാണ് ജനങ്ങളുടെ അഭിപ്രായം. അതിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്. ഈ പ്രശ്നത്തിനെല്ലാം മുഖ്യ കാരണം, ഉത്തരവാദികൾ എന്ന് പറയുന്നത് സുപ്രധാനമായും 2 ഭരണാധികാരികളാണ്. ഒന്ന് KPCC പ്രസിഡന്റ്, രണ്ടാമത് ഏറ്റവും തലപ്പത്തിരിക്കുന്നതായ രാഹുൽ ഗാന്ധിയാണ്. ഇതെന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു പ്രത്യേക മാനദണ്ഡത്തിൽ നിന്നുകൊണ്ടാണ് ഈ മത്സരം നടത്താൻ തീരുമാനിച്ചത്. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതായ ഒരു പ്രത്യേക മാനദണ്ഡം, അത് പാലിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പറയാമായിരുന്നു വേണുഗോപാലിനോട്, നമ്മുടെ പാർട്ടിയുടെ അജണ്ട ഇതല്ല, അത് മാറ്റപ്പെടാൻ പറ്റില്ല, അതുകൊണ്ട് താങ്കൾ ഇപ്പോൾ ചെയ്യുന്ന പണി തന്നെ ചെയ്താൽ മതി എന്ന് പറയാമായിരുന്നു. പക്ഷേ അവിടെ അത് പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി വേണുഗോപാലിനോട് ആ കാര്യം പറഞ്ഞിരുന്നൊരു തീരാവുന്ന വിഷയമേ ഉള്ളൂ. അത് തന്നെ KPCC പ്രസിഡന്റിനും പറയാമായിരുന്നു, അതും പറഞ്ഞിട്ടില്ല. അപ്പം എന്താണ് ഇതിന് കാരണം? ഒന്നുകിൽ രാഹുൽ ഗാന്ധിക്ക് KC വേണുഗോപാലിനെ ഭയപ്പെടേണ്ട കാര്യമുണ്ട്, അങ്ങേർക്ക് കീഴ്പ്പെടേണ്ട കാര്യമുണ്ട്. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, എങ്ങനെയെങ്കിലും ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലിനെ പുറത്തോട്ട് തള്ളിക്കളയണമെന്നുള്ള ഇപ്പം ഏകദേശം നമുക്ക് മനസ്സിലായല്ലോ ഇപ്പോഴുടെ കയ്യിലിരിപ്പ് ഇപ്പം നാട്ടുകാർക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് KC വേണുഗോപാലിനെ അവിടുന്ന് പുറത്തേക്ക് തള്ളിക്കളയാൻ വേണ്ടിയുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമം അതാണോ അതിൻ്റെ പിന്നിൽ എന്നും ശങ്കിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്തായാലും ശരി, ഒരു പ്രത്യേക മാനദണ്ഡത്തിന് കീഴിൽ മത്സരിച്ചതിന് ശേഷം അത് മാറ്റി ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കോമാളികളാക്കുന്ന ഈ നടപടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്ക് തന്നെയാണെന്ന് പറയാതെ പോകാൻ കഴിയില്ല. അത് അദ്ദേഹം കൃത്യമായി അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു, എടുത്തിട്ടില്ല. KPCC പ്രസിഡന്റും ആ കസേര ഇരിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? ഇതെന്താ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നുള്ള ജനങ്ങൾ മുഴുവൻ ചീത്ത വിളിക്കാൻ തുടങ്ങിയപ്പോൾ തെരുവിൽ നിങ്ങളുടെ അണികൾ തന്നെ താറ് ഒഴിക്കുന്നു, കരിയോലൊഴിക്കുന്നു, തമ്മിൽ തല്ലുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇതിനെല്ലാം ഉത്തരവാദികൾ ആരാ? ആർക്ക് വേണ്ടി, എന്തിന് വേണ്ടി? തടയിടേണ്ടത് ആര്? അത് ചെയ്തോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങൾ ചോദിക്കുകയാണ്. അത് ഉത്തരം പറയാനായിട്ട് ഇങ്ങോട്ട് മുന്നേ വന്ന് നിൽക്കട്ടെ. രാഹുൽ ഗാന്ധിയും KPCC പ്രസിഡന്റും മാത്രം പ്രസ് മീറ്റ് നടത്തിയാൽ മതി, വേറെ ആരും ഉത്തരം പറയേണ്ട. അവർ രണ്ടുപേരാണ് ഉത്തരവാദികൾ. KC വേണുഗോപാൽ എന്ന അധികാരമോഹിക്ക് വേണ്ടി ഇത്തരത്തിലുള്ളതായ കോമാളിത്തരങ്ങൾ ഈ കോടിക്കണക്കിന് ജനങ്ങളെ നിർത്തിക്കൊണ്ട്, പരിഹാസ്യപാത്രങ്ങളായി നിർത്തിക്കൊണ്ട് ചെയ്യാൻ പാടില്ല. അതിനെ അങ്ങേയറ്റം അപലപിക്കുകയാണ്. കാരണം കണ്ടോളൂ, ഒന്ന് കണ്ടുപഠിക്കൂ. തമിഴ്നാട്ടിൽ വിജയ് ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പരാജയപ്പെട്ടതായ സ്റ്റാലിൻ്റെ വീട്ടിൽ അപ്പോയിൻമെൻറ്റ് മേടിച്ച് അവിടെ ചെന്ന് അദ്ദേഹത്തെ ആദരിക്കുന്നൊരു രാഷ്ട്രീയ സംസ്കാരം, അത് പുതിയ രാഷ്ട്രീയ സംസ്കാരമാണത്. ഇവിടെയാണ് കാണുമ്പോൾ അവസരം കിട്ടിയാൽ അപ്പം തന്തയ്ക്ക് വിളിക്കുന്ന രാഷ്ട്രീയമാണ് നമ്മളിവിടെ അനുവർത്തിച്ച് വരുന്നത്, എതിർകക്ഷികളെയും എല്ലാം. പക്ഷേ അവിടെ കണ്ടോ, രാഷ്ട്രീയം അറിയില്ല, വെറും സിനിമാ നടനാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ച വ്യക്തിയുടെ ഒരു രാഷ്ട്രീയ സംസ്കാരം അത് കണ്ടുപഠിക്കേണ്ടതാണ്. അവിടെയാണ് നമ്മൾ ഇത്രയും വിലയിരുത്തേണ്ടത്. ഇത് വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണെന്നും പറഞ്ഞാണ് കേരളത്തിലെ ഈ കുറേ നേതാക്കന്മാർ എന്ന് അവർ പറയുന്നവർ ഇപ്പം കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ. മനസ്സിലായോ? ഇതൊന്നും അംഗീകരിച്ച് തരാൻ ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ തയ്യാറല്ല. പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയവരെ കടിച്ചു പറിക്കാനാണെന്നൊരു ഇട്ടിട്ട് പോവും. ഇതാണ് ഇപ്പം ജനങ്ങൾ ഓരോരുത്തരും പരസ്പരം പറയുന്നത്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നുള്ള ചോദ്യം വരെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുക ജനങ്ങൾ. ആരുത്തരം പറയേണ്ടത്? രാഹുൽ ഗാന്ധി ഉത്തരം പറയണം, KPCC പ്രസിഡന്റ് ഉത്തരവാദിത്തം പറയണം. ഇല്ല, ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി മാറ്, ആ കഴിവുള്ള ആണുങ്ങളെ അവിടെ കൊണ്ട് ഇരുത്ത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുൻപാകെ ഗർജിക്കാനായിട്ടുള്ള ആർജവവും തൻ്റെ ഇടവും കാണിക്കുന്ന വ്യക്തി എന്തേ KC വേണുഗോപാലിൻ്റെ മുമ്പിൽ പൂച്ചയെ പോലെ ഒതുങ്ങി നിൽക്കുന്നത്? അത് ജനങ്ങൾക്കറിയണം. അതുകൂടി പറയാനായിട്ട് ഈ 2 നേതാക്കന്മാരും രംഗത്ത് വന്ന് പ്രസ് മീറ്റ് നടത്തി പറയണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. കാരണം നിങ്ങളാണ് തീരുമാനിച്ചത്, ജനങ്ങളല്ല തീരുമാനിച്ചത്. നിങ്ങളാണ് തീരുമാനിച്ചത് MP-മാർ മത്സരിക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ പേരിലാണ് ഈ വക കൊള്ളരുതായികളെ മുഴുവൻ ഈ നാട്ടിൽ നാടകങ്ങൾ നടത്തി ജനങ്ങളെ അപമാനിക്കുന്നത്.
അത് കണ്ടിരിക്കാനും കേട്ടിരിക്കാനും ജനങ്ങൾ സന്നദ്ധരല്ല എന്നുകൂടി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്.